മറ്റുള്ളവന്റെ മുന്നിൽ വലിയവനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ വാരിയെറിയുന്ന മുസ്ലിമേ, നിന്നെ യതീംഖാനയിലാക്കാൻ അല്ലാഹുവിന് കഴിവുണ്ടടാ. ഇന്ന് നിനക്ക് ഒരുപാട് പണമുണ്ട്, നീ അത് വാരി വാരി ചെലവാക്കുകയാണ്. ആവശ്യമില്ലാത്തതിന് ലക്ഷങ്ങൾ വാരി വിതറുകയാ. എന്റെ പ്രിയപ്പെട്ട പണക്കാരാ, കാസർഗോഡ് ജില്ലയിലെ ഓരോ പള്ളികളുടെ മുന്നില് നിന്നെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും കൊണ്ടിരുത്തിയിട്ട് തോർത്ത് പിരിച്ചിട്ട് എന്തെങ്കിലും താ, എന്റെ മക്കളെ കെട്ടിക്കാരാ, എനിക്ക് മരുന്ന് വാങ്ങാനാ, എനിക്ക് മരുന്ന് വാങ്ങാനാ, എന്തെങ്കിലും താ എന്ന് പറഞ്ഞ് യാചിപ്പിക്കാറ്. നിന്നെയും മക്കളെയും ഇവിടത്തെ കോട്ടിക്കുളം പള്ളിയുടെ മുന്നില്, ബേക്കൽ പള്ളിയുടെ മുന്നില്, പള്ളിക്കര പള്ളിയുടെ മുന്നില്, പൂച്ചക്കാട് പള്ളിയുടെ മുന്നില്, കാസർഗോഡ് പള്ളിയുടെ മുന്നില് കൊണ്ടിരുത്തിയിട്ട് നിന്നെയും നിന്റെ മക്കളെയും യാചിപ്പിക്കാ. അല്ലാഹുവിന് കൂടുതൽ സമയം വേണ്ട മുസ്ലിമേ, കൂടുതൽ സമയം വേണ്ട മുസ്ലിമേ. ഏറ്റവും വലിയ പണക്കാരനായ കാറൂൻ എവിടെ പോയടാ? കാറൂനിന്റെ കാലിന്റെ മുടിയുടെ രോമത്തിന്റെ വില നിനക്കില്ലല്ലോ, കാറൂനിന്റെ അംശം നിനക്കില്ലല്ലോ. കാറൂൻ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു. എവിടെ പോയടാ? എവിടെ പോയടോ? മൂസാ നബി ഞാൻ പറയുന്നത് പോലെ ഇതുപോലെ ഒരുപാട് പറഞ്ഞതാ. എടാ അഹങ്കരിക്കല്ലേ, എടാ അഹങ്കരിക്കല്ലേ. ഈ ഭൂമി തന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഖുർആൻ പറയുമ്പോ പണത്തിന്റെ കൊടുപ്പ് കാണിക്കല്ലേ മുസ്ലിമേ. തന്ന റബ്ബ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തന്നല്ല പൊട്ടനൊന്നുമല്ലോ, അത് തിരിച്ചെടുക്കാനും അല്ലാഹുവിന് അറിയാമടാ മുസ്ലിമേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാവങ്ങളെ മറക്കല്ലേ, യതീമീങ്ങളെ മറക്കല്ലേ. പട്ടിണി കിടക്കുന്ന കുടുംബത്തിന് നീ തേടി പോകണം, അത് അവന്റെ അവകാശമാണ്. നീ തേടിയിട്ടവന്റെ വീട്ടിൽ ചെന്ന് കൊടുക്കണം. അല്ലാഹ്